ഹരി ഓം. ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? കൊറോണയാണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, എങ്ങും പോകരുത്. അഥവാ പോവുകയാണെങ്കിൽ മാസ്ക് ഒക്കെ കൊണ്ടുപോകണം. പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കൊച്ചുകുട്ടികളല്ലേ, 6th സ്റ്റാൻഡേർഡിലേ ആയിട്ടുള്ളൂ. ഇനി പോകുന്നവരോട് മാസ്ക് ധരിക്കുന്ന കാര്യമൊക്കെ പറയണം. നല്ല ആഹാരം കഴിക്കണം. വീട്ടിൽ ഇരുന്ന് വീഡിയോ ഒക്കെ കണ്ട് വെള്ളമൊക്കെ ധാരാളം കുടിച്ചോണ്ടിരിക്കുക. നല്ല വൈറ്റമിൻസ് ഉള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ. അതാണ് വേണ്ടത്. എപ്പോഴും നമ്മളതാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുമല്ലോ അത്രയും കാര്യങ്ങളൊക്കെ. ശരി, ഇനി ഇവിടെ എന്താ സെയിൽസ് ചെയ്യുന്നത് നോക്കിക്കേ. സ്വാമിജിയുടെ ഒരു പൂജ്യ സ്വാമിജി ചിന്മയാനന്ദജിയുടെ ഒരു കോട്ട് എന്താണെന്ന് നോക്കിക്കേ. എ ക്വയറ്റ് മൈൻഡ് പ്രൊഡ്യൂസസ് എ മോർ ബ്രില്യൻറ്റ് ഇൻ്റലക്ട്. A quiet mind produces a more brilliant intellect. എന്താ ഉദ്ദേശിക്കുന്നത്? ശാന്തമായ മനസ്സിലെ നല്ല ബുദ്ധിപരമായ കാര്യങ്ങൾ തെളിഞ്ഞു വരികയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സ് എപ്പോഴും എന്താക്കിയിരിക്കണം? ശാന്തമാക്കിയിരിക്കണം അല്ലേ? അല്ലാതെ ഇനി വെപ്രാളപ്പെട്ടൊക്കെ ചിലർ ചെയ്യുമല്ലോ ഓരോ ജോലികൾ. ഒരു ജോലി ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ തീർത്തി വെച്ച് ചെയ്യും. അങ്ങനെ പാടില്ല. നമ്മൾ അതിനെ നല്ല വശങ്ങളും മോശമായിട്ട് വശം എങ്ങനെ ചെയ്താൽ അത് ശരിയാക്കും എന്നൊക്കെ നല്ലവണ്ണം ഇരുന്ന് ശാന്തമായിട്ടിരുന്ന് ചിന്തിച്ച് സമാധാനത്തോടെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കണം. അങ്ങനെയാണ് നല്ല മനസ്സുള്ളത്. ബുദ്ധിപരമായ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ എത്തും. അതാണ് ഉദ്ദേശിച്ചത്. എന്താണ്? എ ക്വയറ്റ് മൈൻഡ് പ്രൊഡ്യൂസസ് എ മോർ ബ്രില്യൻറ്റ് ഇൻ്റലക്ട്. നല്ല ബുദ്ധിപരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് ശാന്തമായ മനസ്സിലെ നല്ല കാര്യങ്ങൾ നല്ല ചിന്തകളും ഒക്കെ വരികയുള്ളൂ. നല്ല ചിന്തകൾ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? പഠിക്കുമ്പോൾ ഇന്ന ഭാഗങ്ങൾ ഇന്ന രീതിയിൽ പഠിക്കണം, പ്രയാസമുള്ള കാര്യത്തെക്കുറിച്ച് സമയമെടുത്ത് പഠിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടാക്കാം. ആദ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനുശേഷം പഠിക്കുക. എന്ത് ചെയ്താൽ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ അങ്ങനെ ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക. ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. മഹാന്മാരൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സ് ശാന്തമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കലുഷ്യമായ മനസ്സിലൊന്നും നല്ല വരത്തില്ല, മോശമായ ചിന്തകളൊക്കെ വരത്തുള്ളൂ. അങ്ങനെയല്ലല്ലോ വേണ്ടത്, നല്ല ചിന്തകളല്ലേ വേണ്ടത്. നല്ല ചിന്തകൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ് ശാന്തമാക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിയും. നമ്മുടെ ബൗദ്ധികമായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാണ് ആര് പറയുന്നത്? സ്വാമിജി പറയാം. പക്ഷേ നിങ്ങൾ പഠിക്കാനായിട്ടും എഴുതാനായിട്ടും ഒക്കെ ഇരിക്കുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല, ചില തീർത്തി വെച്ചെഴുതി എല്ലാം തെറ്റിട്ടു അങ്ങനെ വരുന്നത്. അപ്പം അതൊക്കെ ഇരുന്ന് എഴുതുക ശരിയാവുക എന്നുള്ള ചിന്തയോടുകൂടി എഴുതുക. അപ്പോൾ അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട പല കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾ സയൻസൊക്കെ പഠിക്കുന്നതാണ്, അവിടെയൊക്കെ പല കാര്യങ്ങളും നമ്മുടേതായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ? അങ്ങനെയൊക്കെ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മനസ്സിലാക്കണം, ശാന്തമാക്കണം. ശാന്തമായി മനസ്സിലായ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ ഉടലെടുക്കൂ എന്നാണ് സ്വാമിജി പറയുന്നത്. മനസ്സെപ്പോഴും എങ്ങനെയിരിക്കണം? ബഹളമായിട്ടാണ് ഇരിക്കേണ്ടത് അല്ല. കാരണം നമുക്കറിയാം നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരും. ഇപ്പം ഞാനിവിടെ പഠിക്കുന്ന വേറെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് പാടില്ല. എന്താണ്? നമ്മുടെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ ശ്രദ്ധ നമുക്കൊന്ന് ചെയ്യുക. മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ചെയ്യണം എന്നാണ് ആര് പറഞ്ഞത്? സ്വാമിജി പറഞ്ഞു. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇനി നമ്മളിന്ന് പുതിയ ലെസണാണ് പഠിക്കാൻ പോകുന്നത്. പുതിയ ലെസൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോയോ പഠിച്ചല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പ്രോസ് പഠിക്കാനായിട്ട് റെഡിയാകുക. എല്ലാവരും റെഡിയാകുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മലയാളത്തിൻ്റെ ഒരു പ്രിയ സാഹിത്യകാരിയായിരുന്ന മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകൾ എന്ന ഒരു ടെസ്റ്റിലെ ഒരു പാട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കുട്ടിക്കാലത്ത് അവരുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിലും പല കാര്യങ്ങളും കുട്ടിക്കാലം പല അനുഭവങ്ങളും നമുക്കുണ്ടാകും അല്ലേ? നിങ്ങളിപ്പോൾ കുട്ടികളാണ് അല്ലേ? എങ്കിൽ ഇപ്പോൾ ഇതൊരു വലിയ അനുഭവമല്ലേ കൊറോണ അല്ലേ? ഒരു കാലം കഴിയുമ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ പറയും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരുമായിട്ട് സംസാരിക്കും, പറയും അന്ന് നമ്മൾ കൊറോണയായിരുന്നു, നമ്മൾ വീട്ടിൽ ഇരുന്നല്ലേ എല്ലാം പഠിച്ചത്, ഓൺലൈനിൽ കൂടെ അല്ലേ പഠിച്ചതെന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അല്ലേ? അപ്പോൾ ബാല്യകാലത്തുണ്ടായ ചില സ്മരണകൾ ഇവിടെ നമ്മുടെ മാധവിക്കുട്ടി പറയുന്നതായിട്ടാണ് ആ ടെസ്റ്റിൽ പറയുന്നത്. കുറേ അനുഭവങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് പറയുന്നത്. അവരുടെ വീട്ടിലുണ്ടായ കാര്യം. ഒരു വലിയ തറവാട്ടിലാണ് ജനിച്ചത്.
നാലപ്പാട്ട് കുടുംബം എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കുടുംബം തന്നെയായിരുന്നു. ആ സാഹിത്യ കുടുംബത്തിൽ നിന്ന് ധാരാളം കവികളും കവിതകൾ എഴുതുന്നവരും സാഹിത്യകാരന്മാരൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നാലപ്പാട്ട് നാരായണമേ, പിന്നെ ഈ പറഞ്ഞ മാധവക്കുട്ടിയുടെ അമ്മ ബാലാമണി എന്ന മാതൃത്വത്തിൻ്റെ കവി എന്നൊക്കെയാണ് ബാലാമണിയെ അറിയപ്പെടുന്നത് അല്ലേ. അവരുടെ ഒരു സാഹിത്യ കുടുംബം തന്നെ. അവരുടെ വീട്ടിൽ സാഹിത്യകാരന്മാരൊക്കെ വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മാധവക്കുട്ടി ജനിച്ചത് പുന്നയൂർക്കുളത്ത് എന്ന് പറയുന്ന സ്ഥലം. പുന്നയൂർക്കുളം എന്ന് പറയുമ്പോൾ തൃശ്ശൂരിനടുത്തുള്ള സ്ഥലമാണ്. ഏതാണ്ട് ഗുരുവായൂരിനടുത്തൊക്കെ ആയിട്ട് വരും പുന്നയൂർക്കുളം. അവിടെയാണ് ആര് ജനിച്ചത്? കമലാദാസ് അല്ലെങ്കിൽ മാധവക്കുട്ടി ജനിച്ചത്. ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലാണ് അറിയുന്നത്. ഇംഗ്ലീഷിലും എഴുതുമായിരുന്നു. രണ്ട് രീതിയിലും നല്ല രീതിയിൽ എഴുതാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു ആര്? മാധവക്കുട്ടി. സ്വന്തം കഥ എഴുതി. അതുപോലെ തന്നെ ധാരാളം നല്ല കഥകൾ എഴുതി. ആശാൻ പ്രൈസ് അവാർഡ്, വയലാർ അവാർഡ്, ഇങ്ങനെ അവാർഡുകൾ ഇഷ്ടംപോലെ വാരിക്കൂട്ടിയ ഒരു സാഹിത്യകാരിയായിരുന്നു ആര്? നമ്മുടെ മാധവക്കുട്ടി. അപ്പോൾ ഈ സാഹിത്യകാരിയെ കുറിച്ച് നമ്മുടെ പുറകിൽ എഴുതിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ എഴുതിയാൽ ബാക്ക് സൈഡ് ഒന്ന് എടുത്തേ, എല്ലാവരും എടുത്തേ. നിങ്ങളുടെ പേജ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ബുക്കിലെ പേജ് 60 മാധവക്കുട്ടി. എടുത്തോ? റെഡിയായോ? അശ്വിൻ സുരേഷ്. അശ്വിൻ ആരോട് എപ്പോഴും വരാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലല്ലോ, എന്ത് പറ്റി? എല്ലാ പ്രാവശ്യവും ഇൻട്രാക്റ്റീവ് ക്ലാസ്സിൽ വരണം കേട്ടോ, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നതാണ്. മാധവക്കുട്ടി 1932 പുന്നയൂർക്കുളത്ത് ജനിച്ചു. എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത്? തൃശ്ശൂർ ജില്ലയിലാണ് ഈ സ്ഥലം. കമലാ സുരയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. കമലാദാസ് എന്ന പേരിലാണ് ഇംഗ്ലീഷിൽ കഥകൾ എഴുതിയിട്ടുള്ളത്. നീർമാതളം പൂത്തകാലം, എൻ്റെ അത് അടയാളപ്പെടുത്തിയേ. നീർമാതളം പൂത്തകാലം, എൻ്റെ കഥ, ബാല്യകാല സ്മരണകൾ, നഷ്ടപ്പെട്ട നീലാംബരി, ഒറ്റയടിപ്പാത, പക്ഷിയുടെ മണം, ചന്ദനമരങ്ങൾ തുടങ്ങിയവ പ്രധാന കൃതികൾ. ആ കൃതികളുടെ പേരിലറിയാൻ 4 പഠിച്ചു വെക്കണം കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിവ ലഭിച്ചു. 2009 അത് അറിയപ്പെടുത്തുക. 2009 മെയ് 31 അന്തരിച്ചു. അതുകൂടെ അറിയപ്പെടുത്തണം. ഇനി ഇംഗ്ലീഷ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കമലാദാസ്. അതൊന്നും അറിയപ്പെടുന്നത്. ആ രണ്ടാമത്തെ സെക്കൻഡ് സെൻറ്റൻസിലുണ്ട് കമലാദാസ് എന്ന പേരിലാണ് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നത്. അതായത് നോബൽ പ്രൈസ് വരെ കിട്ടത്തക്കവണ്ണമുള്ള രീതിയിലുള്ള കവിതകളും ഒക്കെ എഴുതിയെന്നാണ് പറയുന്നത്. കവിതകൾ എഴുതാനും കഥകൾ എഴുതാനും കൂടുതലും കഥകൾക്കായിരുന്നു പ്രാധാന്യം. കവിതകൾ ചെറിയ പ്രായത്തിൽ എഴുതിയിരുന്നു. കവിതകളുണ്ടായിരുന്നു, നല്ല കവിതകൾ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ നോബൽ പ്രൈസിന് അർഹയാകേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. അതിന് വലിയ നോമിനേറ്റ് ചെയ്യത്തക്കവണ്ണം ഉള്ള നല്ല കൃതികൾ എഴുതിയതായിരുന്നു ആര്? നമ്മുടെ മാധവക്കുട്ടി. അപ്പോൾ ജനിച്ച എവിടെയാണെന്ന് പഠിച്ചു വെക്കണം. കൃതികൾ പേര് പഠിച്ചു വെക്കണം. ഇംഗ്ലീഷ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ഇംഗ്ലീഷിൽ ഏത് പേരിലാണ് കൃതികൾ എഴുതിയതെന്നും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ബാല്യകാല സ്മരണകൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ. കുട്ടിക്കാലത്തെ ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഇവരുടെ കുടുംബത്ത് ധാരാളം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്, കലകൾ അവതരിപ്പിക്കാൻ ധാരാളം ആൾക്കാർ വരും. സാഹിത്യകാരന്മാർ കൂടുന്ന സ്ഥലമായിരുന്നു. അതുകൂടാതെ നല്ല നല്ല കലകളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. വലിയ വലിയ തറവാട്ടിലൊക്കെ കഥകളിയും ഒക്കെ അവതരിപ്പിക്കുമായിരുന്നു. കഥകളിയും തുള്ളലും അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. നാടകമൊന്നുമല്ല, ഇതേപോലെയുള്ള കലാരൂപങ്ങൾ. അപ്പോൾ അതൊക്കെ അവർക്ക് മാത്രമായിട്ട് ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരു കാര്യമുണ്ട്, തറവാടെന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് തറവാടെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ? 1-2 പേരാണ് ഐശ്വര്യ? അല്ല, ധാരാളം പേര് കാണും അല്ലേ? ധാരാളം പേരാണ്. അപ്പോൾ അത്രയും പേർക്ക് ഇരുന്ന് കാണും. ഒരു സദസ്സ് തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിലൊരു തുള്ളൽ കലാകാരൻ വരുന്നതും അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചെറുപ്പകാലത്താണെങ്കിൽ പോലും അതൊക്കെ ഓർത്തിരുന്ന് എഴുതുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. കൊറോണയുടെ കാര്യം എന്തായാലും എല്ലാവരും ഓർത്തിരിക്കും അല്ലേ? സിനിമകാരും അത് ഓർത്തിരിക്കാൻ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ എന്ത് പറയുന്നു? ശരി. അപ്പോൾ നമുക്ക് ഇനി ലെസണിലേക്ക് കടക്കാം. ശരി. പാഠം 6 തുള്ളൽക്കാരൻ. ഉച്ചഭക്ഷണം കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ ഓട്ടംതുള്ളക്കാരൻ അമ്പാഴത്തിൽ പൂമുഖത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ മുറിയിൽ കടന്ന് തൻ്റെ മുഖത്ത് മനോല തേച്ചു തുടങ്ങി. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച്, അപ്പോൾ അവർ രാവിലെ വരുന്നതായിരിക്കും. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുതിയൊരു ഓട്ടംതുള്ളൽക്കാരൻ, അയാൾ എന്നും വരുന്ന ആളല്ല, പുതിയ ഒരാളാണ്. അയാൾ അവിടെ വന്നു. അമ്പാഴത്തെ പൂമുഖത്ത്, വീടിൻ്റെ പേരാണ്
അമ്പാഴത്തിൽ പൂമുഖത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശത്തൊരു ചെറിയ മുറിയുണ്ട്. അവിടെയാണ് അയാൾ ഒരുങ്ങാനായിട്ട്. തുള്ളൽ കലാകാരൻ എന്ന് പറയുമ്പോൾ ഒരുക്കവും ഒക്കെ ഉണ്ട് അല്ലേ. ഓട്ടം തുള്ളൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഏതെങ്കിലും പഠിച്ചു കാണും ഓട്ടം തുള്ളലിനെ കുറിച്ചൊക്കെ അല്ലേ. ഓട്ടം തുള്ളൽ എന്ന കലാരൂപം. ആരാണ് ഓട്ടം തുള്ളൽ പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവെന്ന് പഠിച്ചിട്ടുള്ള ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആരെങ്കിലും പറയാമോ? ആരാണ്? കീർത്തനമാണ്, ശരിയാണ്, കുഞ്ചൻ നമ്പ്യാർ അല്ലേ. തുള്ളലാണെങ്കിൽ 3 വിധമുണ്ട്. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ്. അപ്പോൾ തുള്ളൽ കലാകാരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീടായിരുന്നു ആരുടെ വീട്? ഇവരുടെ വീട്. അപ്പോൾ അവിടെ വന്ന ഒരു കലാകാരൻ അദ്ദേഹം ഒരു മുറിയിൽ കയറി. എന്തിനാണ്? ഒരുങ്ങണമല്ലോ, നല്ല ഇതൊക്കെ ഉടുക്കണം, ഡ്രസ്സൊക്കെ ഇടണം, മുഖത്തൊക്കെ നല്ലോണം മിനുക്ക് പണികളൊക്കെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഊണൊക്കെ കഴിഞ്ഞിട്ട് ആ മുറിയിലേക്ക് കയറി. അവിടെ മനോല തേച്ചു തുടങ്ങും. മനോല എന്ന് പറയുന്നത് മഞ്ഞ ഒരു വസ്തുവാണ്, അവരുടെ മുഖത്ത് ഇടുന്ന ഒരു വസ്തുവാണത്. അന്ന് ഉപയോഗിച്ചിരുന്നതാണ് മനോല. മനോല എന്ന് വെച്ചാൽ മനയോല എന്നാണ് അത് കറക്റ്റ് വീട്. മനോല എന്ന് അവർ പറഞ്ഞതേ ഉള്ളൂ. മനോല തന്നെ മുഖത്ത് തേച്ചു തുടങ്ങി. അയാളുടെ പുറപ്പാട് കാണുവാൻ എന്നെ മാലതിക്കുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. എന്നെ എന്ന് ഉദ്ദേശിച്ച ആരെയാണ്? മാധവക്കുട്ടി. കൂട്ടുകാരിയായ മാലതിക്കുട്ടി വേറെ കുട്ടിയാണ്. രണ്ടുപേരും കുറച്ച് ചെറിയ പ്രായമാണ്, സ്കർട്ടൊക്കെ ഇട്ട് നടക്കുന്നത്. നിങ്ങളുടെ പ്രായം ഏകദേശം നിങ്ങളുടെയൊക്കെ പ്രായം വരും. ആ പ്രായത്തിലാണ് ഈ കാര്യം നടന്ന സംഭവമാണ്. മാലതിക്കുട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. കോപ്പുകളും ചമയങ്ങളും മേശമേൽ, കോപ്പുകൾ തന്നെ ഒരുങ്ങാനുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പം ആഭരണങ്ങളൊക്കെ വേണമല്ലോ. മാലയൊക്കെ കണ്ടിട്ടില്ലേ? തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഡ്രസ്സ് കണ്ട് മനസ്സിലാവും. ഒത്തിരി ആഭരണങ്ങളൊക്കെ അവരിടും, കഥകളിക്കാരാണേലും തുള്ളൽക്കാരാണേലും. അപ്പോൾ അവരുടെ അതെല്ലാം അവിടെ മേശപ്പുറത്തൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നിരത്തിക്കൊണ്ട് ചെണ്ടക്കാരനുണ്ടായിരുന്നു. ഇവരുടെ കൂടെയുള്ള ചെണ്ട ഒരു എന്താണ് വാദ്യോപകരണമാണ്, അവരുടെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം ചെണ്ടക്കാരൻ ചോദിച്ചു, പുണ്യേട്ടനെ കുടിക്കാൻ സംഭാരം വേണോ? സംഭാരം എന്താ അറിയാമോ? മോരും വെള്ളം. മോരില്ലേ, മോര് നല്ലോണം കുറച്ച് വെള്ളമൊക്കെ ഇട്ട് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് എടുക്കുന്നൊരു വസ്തു നല്ലതാണ്. ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ദാഹം ശമിക്കാൻ മാത്രമേ നമുക്കൊരു ശരീരത്തിനൊരു ഉന്മേഷം ഉണ്ടാകും. നമ്മൾ ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നതിന് പകരം അതൊക്കെ കഴിച്ചാൽ മതി. വീട്ടിൽ അമ്മയോട് പറയണമെന്നും സംഭാരമൊക്കെ ഉണ്ടാക്കി തരാം കേട്ടോ. ഇഞ്ചി പച്ചമുളക് ചിലർ നാരങ്ങയുടെ ഇലയൊക്കെ ഇടും, നാരകത്തിൻ്റെ ഇലയൊക്കെ ഇടും. എന്തായാലും ഇതെല്ലാം നല്ല വസ്തുക്കളാണ്. എരിവ് കൂടാതിരുന്നാൽ മതി പച്ചമുളക് ഇടുമ്പോൾ. അപ്പോൾ ആ സംഭാരം അത് മോരും വെള്ളമാണ് ഉദ്ദേശിച്ചത്. പുണ്യേട്ടന് കുടിക്കാൻ സംഭാരം വേണോ? പുണ്യേട്ടൻ എന്നാണ് പുതിയ തുള്ളൽക്കാരൻ്റെ പേര്. അപ്പോൾ ചെന്നക്കാരൻ ചോദിച്ചു, പുണ്യേട്ടന് കുടിക്കാൻ സംഭാരം വേണോ? വേണ്ടടോ, ഇപ്പോൾ വയറ് നിറച്ച് ഉണ്ടതല്ലേ, ഒരു 2 പച്ചവെള്ളം അവിടെ ഇവിടെ വെച്ചാൽ മതി, ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ അവിടുത്തെ സംഭാഷണം അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ എന്നുള്ള വാക്കിന് വരെയാണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ വയറ് നിറച്ച് ഉണ്ടല്ലേ, ഒരിക്കലും പച്ചവെള്ളം അവിടെ വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ സംഭാരം ഒന്നും വേണ്ട. പുന്നയെക്കുറിച്ച് സാധാരണ തുള്ളാൻ വരാറുള്ള മനുഷ്യനെ പോലെ ആയിരുന്നില്ല നവാഗതൻ. നവാഗതൻ ചിലർത്ഥം പുതിയതായിട്ട് വന്ന ആൾ, അതാണ് ഉദ്ദേശിച്ചത്. വെളുത്ത തടിയില്ലാത്ത ശരീരം. ഇനി അയാളുടെ രൂപഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞു. പുതിയതായിട്ട് വന്ന ഓട്ടം തുള്ളൽക്കാരൻ. അപ്പോൾ എന്നും വരുന്ന ആളല്ല, ഇന്ന് പുതിയ ആൾ. വെളുത്ത തടിയില്ലാത്തൊരു ശരീരം, ചുമലിൽ വീണ് കിടക്കുന്ന മുടി. അപ്പോൾ അവർ നല്ല തലമുടിയൊക്കെ കാണും. പിന്നെ അല്പം വരി തെറ്റിയെങ്കിലും ആകർഷകമായ പല്ല്, നല്ല പല്ലാണ്. വരി തെറ്റിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്, പല്ലിടയ്ക്കൊക്കെ വെച്ച് കയറി വരുമല്ലോ ചിലപ്പോൾ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് ഇടവിട്ടൊക്കെ വരും, മോശമായ രീതിയൊക്കെ വരും. വരി ഒത്തായിരിക്കത്തില്ല. വരി ഇല്ലാത്ത പല്ലാണെങ്കിലും കാണാൻ നല്ല ചന്തമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയൊക്കെ ആയിരുന്നു? വെളുത്ത തടിയില്ലാത്ത ശരീരമായിരുന്നു. തലമുടി ചുമലറ്റം വരെ കിടപ്പുണ്ട്. പിന്നെ പല്ല് നിരയൊത്ത പല്ലല്ലെങ്കിലും ആകർഷകമായ പല്ലുകളാണ് അല്ലേ. ഇഷ്ടപ്രഭാവം. ഇന്നത്തെ കഥ എന്താണെന്ന് അറിയാവോ? അയാൾ കണ്ണാടിയിൽ ഇങ്ങനെ മിനുക്കുക, മുഖമൊക്കെ ശരിയാക്കുക, മനോലയൊക്കെ തേക്കുവാണ്. അപ്പം കുട്ടികൾ അവിടെ നിൽക്കുക. അപ്പോൾ അവിടെ ഇവരോട് ചോദിച്ചു, ഇന്നത്തെ കഥ എന്താണെന്ന് അറിയോ? അയാൾ കണ്ണാടിയിൽ നിന്ന് കണ്ണെടുക്കാൻ ചോദിച്ചു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങളോടാണ് ചോദിക്കുന്ന കുട്ടികളെ. അവരെ കണ്ടു, വരുന്നതൊക്കെ കണ്ടു. നിങ്ങളോടാണ് ചോദിക്കുന്ന കുട്ടികളെ അത് തൃശ്ശൂർ ഭാഷയാണ്. നിങ്ങളോടാണ് ചോദിക്കുന്ന കുട്ടികളെ. ഞങ്ങൾക്കറിയില്ല. മാനസികോട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയത്തൊന്നുമില്ല. എന്താ കഥ? അതെടുത്ത് പല കഥകളുണ്ട്. കല്യാണ സൗഗന്ധികം. ഏത് കഥയാണ്? കല്യാണ സൗഗന്ധികം. അയാൾ തൻ്റെ മുടിയൊക്കെ ഇങ്ങനെ വാരി ഒരു മുണ്ടിലൊക്കെ കെട്ടിയിട്ട് മൂർത്താവിൽ ഒതുക്കി. അങ്ങനെയാണ് അവർ അത് ഒരുങ്ങുമ്പോൾ അതൊക്കെ ചെയ്യും. തലമുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കും. മൂർത്താവിൽ ഇങ്ങോട്ട് ഇങ്ങനെ വെക്കത്തില്ല, അതിനെയാണ് ഈ ഭാഗമാണ് ഉദ്ദേശിച്ചത്. മുണ്ടിൽ കെട്ടി മൂർത്താവിൽ ഒതുക്കി. എന്നിട്ട് കിരീടം എടുത്ത് തലയിൽ വെച്ചിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി.
കിരീടമൊക്കെ വേണം, ഓട്ടംതുള്ളലിൻ്റെ ഒരു കിരീടം വേണം, മാല വേണം, നല്ല തോടയുള്ള കമ്മൽ വേണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അയാളിട്ടു. അയാൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇടയ്ക്കാണ് ചോദിക്കുന്നത്, എന്താണ് ഇന്നത്തെ കഥ എന്താണെന്ന് അറിയാമോ, കൊച്ചുങ്ങൾ അറിയാമോ ഒന്നും അറിയാത്ത, അവർക്ക് അറിയത്തില്ല, അവർക്കറിയാമെങ്കിൽ അവർ പറഞ്ഞില്ല അല്ലേ, അങ്ങനെയല്ലേ ആയിഷ, അവർ പറഞ്ഞു അറിയത്തില്ല അവർക്ക്. കല്യാണ സൗകര്യത്തിൻ്റെ കഥ അറിയില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, അവർക്കറിയത്തില്ല, കൊച്ചു കുട്ടികളാണ്. ആയി വലിയ തറവാട്ടിലെ കുട്ടികളത്രേ കല്യാണ സൗകര്യത്തിൻ്റെ കഥ അറിയില്ല എന്ന്. എന്ത് കഷ്ടമാണ്, നിങ്ങൾ വലിയ വീട്ടിലെ കുട്ടികളല്ലേ, ഇതാരോട് പറയണ്ട, കുറച്ചില്ല. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ പുരാണങ്ങളൊക്കെ ഇഷ്ടംപോലെ വായിക്കുന്നവരാകുമ്പോൾ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും കൊച്ചുമക്കൾക്ക്. അപ്പോൾ ഇയാളുടെ വിചാരി കൊച്ചുങ്ങൾക്ക് കഥയൊക്കെ അറിയാം എന്ന മട്ടിലാണ് പറഞ്ഞത്. കല്യാണ സൗന്ദര്യം അവതരിപ്പിക്കുന്നത്, അതിന് കഥ അറിയത്തില്ലേ, അപ്പോൾ അവർ പറയുന്നത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, എന്താ കഷ്ടം അല്ലേ, എന്താ പറഞ്ഞേ, ഈ വലിയ തറവാട്ടിലെ കുട്ടികളാക്കി കല്യാണ സൗന്ദര്യം കഥ അറിയില്ല എന്ന്, ഇതാരോട് പറയണ്ട കേട്ടോ, കുറച്ചില്ല എന്ന് പറയും. ശരിയല്ലേ, നിങ്ങൾ ആരോടും പറയല്ലേ. അപ്പം മാലിക്കുട്ടി ചോദിച്ചു, കൊരങ്ങൻ്റെ കഥയല്ലേ? കൊരങ്ങല്ല, സാക്ഷാൽ ഹനുമാൻ. വെറും കൊരങ്ങിനൊന്നുമല്ല, അവിടെ ഇവിടെയൊക്കെ ചാടി നടക്കുന്ന കൊരങ്ങനൊന്നും അല്ല, സാക്ഷാൽ ഹനുമാൻ. ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടി കല്യാണ സൗന്ദര്യം വെച്ചുകൊണ്ട് വരാൻ തൻ്റെ ഗത എടുത്തു പോണ കഥയാ. പാഞ്ചാലി ആരാന്ന് അറിയില്ലേ? അപ്പോൾ കുട്ടികൾ വന്ന് അതറിയാം. അപ്പം കഥ ഏതാണ്? കല്യാണ സൗന്ദര്യമാണ്. ആ കഥയാണ് പറയാൻ പോണത് ഇവിടെ കേട്ടോ. കഥ നമുക്ക് അടുത്ത ദിവസം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. കുരങ്ങല്ല, ആരാണ് അവിടെ? സാക്ഷാൽ ഹനുമാനാണ്. ഹനുമാന്റെ കഥയാണ് പറയാൻ മേലെ. അവിടെ ഇവിടെയൊക്കെ ചാടി മരത്തെ ചാടി നടക്കുന്ന കുരങ്ങിൻ്റെ കഥയാണ്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല അല്ലേ എന്നും പറഞ്ഞാൽ അയാൾ എന്താ പറഞ്ഞത്? ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടി കല്യാണ സൗന്ദര്യം പൂവിൻ്റെ പേരാണ്. സൗഗന്ധികം എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ പേരാണ്. പൂ തേടി ആര് പോകുന്നു? ഭീമസേനൻ പോകും, പാഞ്ചാലിക്ക് വേണ്ടിയാണ് പോകുന്നത്. ആ കഥയാണ് ആര് പറയാൻ പോണത് ഇവിടെ? നമ്മുടെ ഈ പുതിയ തുള്ളൽക്കാരൻ പറയാൻ പോണ കഥ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. കഥ ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരും കേട്ടോ. അതൊരു കഥയാണ്, അത് മനസ്സിലാക്കി വെക്കുന്നത്, കല്യാണ സൗന്ദര്യത്തിൻ്റെ കഥ. അപ്പോൾ ഒരു പുതിയ ഓട്ടംതുള്ളൽക്കാരൻ അവരുടെ തറവാട്ടി വന്നു. അയാൾ ഒരുങ്ങാനായിട്ടൊരു മുറിയിൽ കയറി. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾ അവിടുത്തെ ഒരുക്കമൊക്കെ കാണാനൊക്കെ, പിള്ളേരല്ലേ, ഇതൊക്കെ കാണാൻ നല്ല രസമാണ്, കാണാൻ ഒരുങ്ങുന്നതൊക്കെ കാണാനായിട്ട് പോയി. അപ്പോൾ പോയപ്പോൾ അവിടെ നിന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെണ്ടക്കാരൻ എന്താ ചോദിച്ചെന്നോ, ചെണ്ടക്കാരൻ ഒരു ചോദ്യം ചോദിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു ഈ വിഷയം? സംഭാരം വേണം ചോദിച്ചല്ലേ. ശരി, അപ്പം സംഭാരം വേണ്ട, ഇപ്പോൾ ചോറുണ്ടായില്ലേ, കുറച്ച് വെള്ളം അവിടെ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം വെക്കാനായിട്ട് പറഞ്ഞു. അയാൾ പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് സാധാരണ വരുന്ന ആളല്ല, പുതിയ ആളാണ്, പക്ഷെ കാണാൻ നല്ലൊരു ചന്തമുള്ള ആളാണ്. എന്തായിരുന്നു അയാളുടെ രൂപം എന്നാ പറഞ്ഞ ഹരിപ്രസാദേ? നല്ല വെളുത്ത തടിയില്ലാത്ത ശരീരം, പിന്നെ ചുമലിൽ വീണ് കിടക്കുന്ന തലമുടിയുണ്ട്, പിന്നെ അതുകൂടാതെ എന്താ പറഞ്ഞേ, വരി തെറ്റിയാണെങ്കിലും നല്ല പല്ലാണ്. ഇതാണത്. ആ രൂപം ഒന്ന് മനസ്സിലാക്കി വെക്കണം, അവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കണം. ഇവിടെ തൊട്ടാണെന്നറിയോ? വെളുത്ത തടി. കാശിനാഥ കേൾക്കുന്നുണ്ടോ? വെളുത്ത തടിയില്ലാത്ത ശരീരം, ചുമലിൽ വീണ് കിടക്കുന്ന മുടി, അല്പം വരി തെറ്റിയതെങ്കിലും ആകർഷകങ്ങളായ പല്ല്, അത്ര അടയാളപ്പെടുത്തിക്കണം. അത് ഇതിൻ്റെ രൂപമാണ്. എന്നിട്ട് അതെന്താ ചോദിച്ചത്? കണ്ണാടി നോക്കി ഇങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ചോദിച്ച് കഥ അറിയാമോ എന്ന് ചോദിച്ചു. പിള്ളേർക്ക് മനസ്സിലായില്ല അവരോട് ചോദിക്കുന്നതെന്ന്. അവരൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞ കുട്ടികളെ നിങ്ങളോടാ ചോദിച്ചത്, ഇന്നത്തെ കഥ അറിയാമോ? അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? കല്യാണ സൗകര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നിട്ട് എന്ത് ചെയ്തു? തലമുടിയൊക്കെ നല്ലോണം മുനുക്കി വെച്ചു, കിരീടമൊക്കെ എടുത്തു വെച്ചു, തയ്യാറാവുകയാണ് ഓട്ടംതുള്ളലിന്. സന്ധ്യയാകുമ്പോഴേക്കും നടത്തുന്നത്. അപ്പോൾ റെഡിയൊക്കെ ആയിട്ട് കല്യാണ സൗകര്യത്തിൻ്റെ കഥ അറിയില്ലേ? അവരൊന്നും അറിയത്തില്ല. എന്ത് കുട്ടികളാണ് നിങ്ങളിത്, വലിയ വലിയ തറവാട്ടിലെ കുട്ടികളാണല്ലോ, എന്താ ഇത് മോശമില്ലേ എന്ന് പറയാം. കുറച്ചില്ല, ആരോടും പറയില്ലെന്ന് പറഞ്ഞു അല്ലേ. കഥയൊന്നും അറിയാമെന്ന് നിങ്ങൾ പറയുന്നത്, കാരണം നിങ്ങൾ സാധാരണ ഉള്ള കുട്ടികളല്ല, വലിയ വലിയ തറവാട്ടിലെ കുട്ടികളാണോ. ഇവിടെ എല്ലാവർക്കും എല്ലാ കഥകളൊക്കെ അറിയാവുന്നവരാണ്, അവരോട് ചോദിച്ചൊക്കെ മനസ്സിലാക്കി വെക്കണമെന്ന് അല്ലേ. ഇപ്പം നമുക്ക് എല്ലാ കഥയും അറിയണമെന്നില്ലല്ലോ. പുരാണത്തിൽ പല കഥകളുണ്ട്, ധാരാളം കഥകളുള്ള ഒരു പുസ്തകമാണ് പുരാണ കഥകളും ഭാഗവതം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എല്ലാ കഥകളും ഓർത്തിരിക്കണമെന്നില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേ? കല്യാണ സൗകര്യം കഥയാണ്, അത് ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുരങ്ങൻ്റെ കഥയല്ലേ? മാലതിക്കുട്ടി ചോദിച്ചു. കുരങ്ങല്ല, സാക്ഷാൽ ഹനുമാനാണ്. ധാരാണെന്ന് പറഞ്ഞു? സാക്ഷാൽ ഹനുമാൻ. ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടി സൗഗന്ധികപുഷ്പം തേടി പോകുന്ന ഒരു കഥയാണ് ഞാൻ പറയാൻ പോണത്. നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? പാഞ്ചാലി ആരാന്ന് അറിയാമെന്ന് ചോദിച്ചു. അറിയാമെന്നാ പറഞ്ഞവർ, ഞാൻ ആരാന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറഞ്ഞത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഒരാളുടെ ഒരു രൂപഭാവം വർണ്ണിച്ചിട്ടുണ്ട്. അയാൾ ആ വീട്ടിൽ പഴയ കാലത്തെ ഒരു കാര്യങ്ങളാണ് അല്ലേ. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു.
പണ്ട് തറവാടുകളിൽ വന്ന് കലാരൂപങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇതൊരു സിനിമയിലുണ്ടായിരുന്നല്ലോ, വന്ന് വീട്ടിലാവുന്ന അവതരിപ്പിക്കുന്നതൊക്കെ. നീ പെട്ടെന്ന് ഓർക്കുന്നില്ല, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പഴയ തറവാട്ടിലെ ആൾക്കാരൊക്കെ, കൂടുതൽ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അവരുടെ അടുത്തൊന്ന് അവതരിപ്പിക്കാം, മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അവിടെ വന്ന് അവതരിപ്പിക്കുക. അല്ലെങ്കിൽ അവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കേട്ട് ചെയ്യുന്നവരാണ്. അതിനുള്ള എന്താണ് അവർക്ക് കൊടുക്കാനുള്ള പൈസയൊക്കെ ഇവരെ കാണുമേ ഇങ്ങനെ വലിയ വലിയ തറവാട്ടിലൊക്കെ. അതായത് ഇവർ വെളിയിലൊന്നും അധികം പോകത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെന്നൊക്കെ വെളിയിലൊക്കെ പോകുന്നത് വളരെ കുറവാണ്, ഇപ്പോഴത്തെ പോലെയല്ല. അപ്പോൾ അവർക്കൂടെയൊക്കെ കാണാൻ വേണ്ടിയൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, മനസ്സിലായല്ലോ? പഴയ 4 കെട്ടും ഒക്കെയുള്ള വീടുകളൊക്കെ ആയിരുന്നു, ഇവരുടെയൊക്കെ വീടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ വീടുകളൊക്കെ അവതരിപ്പിക്കാനായിട്ട് കലാകാരന്മാരൊക്കെ വരുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്മരണം അല്ലേ, പഴയ സ്മരണകൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു അല്ലേ, അവരുടെ ആ കാലഘട്ടത്തിലെ ആ സ്മരണം. അതായത് നാദകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളാണ് അവളോട് പറഞ്ഞത്. അപ്പോൾ ഒരു നമ്മുടെ മനസ്സിലേക്കും ചിലപ്പം ചിത്രങ്ങളൊക്കെ, പഴയ കുറേ ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തും. നമ്മുടെ വീട്ടിൽ, അവരുടെ അല്ല, നമ്മുടെ വീട്ടിൽ അല്ലേ, പഴയ കാലത്തെ കുറിച്ചുള്ള നമ്മളെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ കൊച്ചുകുട്ടിയായപ്പോഴുള്ള കാര്യങ്ങൾ ഓർക്കാറില്ലേ? ഓർക്കും. അങ്ങനെ ആകാനാണ് സാധ്യത. ചെറിയ കുട്ടികൾ, കുറച്ചുകൂടി ചെറിയ കുട്ടികളായിരുന്നപ്പോഴത്തെ സ്കൂൾ ജീവിതം അല്ലേ, കുട്ടികളായിട്ട് പിണങ്ങുന്നത്, പിണങ്ങുന്നത്, പിന്നെ സ്നേഹത്തോടു കൂടെ പോകുന്നത് ഒക്കെ ഓർക്കാറില്ലേ? പോകുന്ന വഴി കണ്ട ചില കാഴ്ചകൾ, വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ കടന്നു വരുന്നു ഈ ബാല്യകാല സ്മരണയിലൂടെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. എന്താണ് പ്രധാനമായിട്ടും? വെളുത്ത അയാളുടെ രൂപഭാവം, അതൊന്ന് അടയാളപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അടയാളപ്പെടുത്തിയായിരുന്നല്ലോ എല്ലാവരും അല്ലേ? പിന്നെ മാനന്തക്കുട്ടി കമലയെ എന്തിനാണ് മുറിക്കകത്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല. എന്തിനാണ് അഭിരാമി കൊണ്ടുപോയത്? എന്തിനായിരുന്നു? പുതിയ തുള്ളൽക്കാരൻ്റെ കാണാനും അവരൊരുങ്ങുന്നതൊക്കെ കാണാനായിട്ട് അല്ലേ, അതിനുവേണ്ടി അവർക്ക് കൊണ്ടുപോയത്. അവരുടെ പുറപ്പാട് കാണാൻ, പുറപ്പാടെന്ന് വെച്ചാൽ അവർ ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് പോയത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നേരത്തെ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പല്ല് എന്നുള്ളതിന് പകരം പറഞ്ഞു ദന്തം, പിന്നെന്താണ് രതനം, ദന്തം രതനം. മുഖം ആനനം ആസ്യം, മുഖം ആനനം ആസ്യം. കണ്ണെടുക്കാതെ, പദം അങ്ങനെ പിരിക്കും. കണ്ണ് അധികം എടുക്കാതെ, കണ്ണെടുക്കാതെ. അപ്പോൾ ഈ ചന്ദ്രക്കല ഇടുന്നില്ല, പിന്നെ ചന്ദ്രക്കല വരുന്നുണ്ടോ? ഇവിടെ ഇല്ല. ഏയും കൂടി ഇതിൻ്റെ കൂടെ ചേരും. അപ്പോൾ എങ്ങനെയായി? കണ്ണെടുക്കാതെ. ഇതിനൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ കുറച്ച് കഴിയുമ്പോൾ ഇത് പഠിക്കും കേട്ടോ. എന്തായിരുന്നു അവിടുത്തെ ആ നിയമം എന്നൊക്കെ ഉള്ളത് പഠിക്കാം, കാരണം പഠിച്ചേ പറ്റത്തുള്ളൂ. അടുത്ത ക്ലാസ്സിലൊക്കെ വേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വർഷം കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കേട്ടല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പാഠഭാഗം ഒരു കഥയാണ്, നമ്മൾ ഒരു കഥയല്ല, ഒരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് വായിച്ച് എടുക്കണം. ഇത് കഴിയുമ്പോൾ നമുക്കൊരു അനുഭവക്കുറിപ്പൊക്കെ തയ്യാറാക്കണം. കുട്ടികളായി നിങ്ങൾ ചെറിയ ചെറിയ അനുഭവക്കുറിപ്പുകൾ തയ്യാറാക്കണം. കാരണം നിങ്ങൾക്കും അനുഭവങ്ങളൊക്കെ പലതും കാണുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം അനുഭവക്കുറിപ്പ് ആരൊക്കെ തയ്യാറാക്കാൻ പറ്റുമെന്നുള്ളത്. അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടല്ലോ. ശരി, നന്ദി, നമസ്കാരം.